പലരും പറഞ്ഞു കേൾക്കുന്നതല്ലേ, ഞാൻ ഡൽഹിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു, ഞാൻ മുംബൈയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു എന്നൊക്കെ. പക്ഷേ അത് ഒരു തെറ്റായ സെൻറ്റൻസാണ്. ഐ ഷിഫ്റ്റഡ് ടു മുംബൈ, ഇത് റോങ് ആണ്. ഷിഫ്റ്റഡ് എന്നല്ല, മൂവ്ഡ് എന്നാണ് അവിടെ ഉപയോഗിക്കേണ്ടത്. ഐ മൂവ്ഡ് ടു ഡൽഹി എന്ന് പറഞ്ഞാൽ കറക്റ്റായി. നമ്മൾ ഒരു പുതിയ സിറ്റിയിലേക്കോ വേറെ ഒരു കൺട്രിയിലേക്കോ ഒക്കെ റീലൊക്കേറ്റ് ചെയ്യുക, താമസം മാറ്റുക, അങ്ങനെ പറയുമ്പോൾ ഉപയോഗിക്കേണ്ട വേർബ് മൂവ് ആണ്, ഷിഫ്റ്റ് അല്ല. എക്സാമ്പിൾ, മൈ ഫ്രണ്ട് മൂവ് ടു ഡൽഹി 3 years ago. എൻ്റെ ഫ്രണ്ട് 3 കൊല്ലം മുൻപ് ഡൽഹിയിലേക്ക് താമസം മാറ്റി. ഷീ ഹാസ് മൂവ് ടു ജർമ്മനി പെർമനൻ്റ്ലി. അവൾ സ്ഥിരമായി ജർമ്മനിയിലേക്ക് താമസം മാറ്റി. ഐ മൂവ്ഡ് ടു എ ന്യൂ അപ്പാർട്ട്മെൻറ്റ് ലാസ്റ്റ് മന്ത്. ഞാൻ കഴിഞ്ഞ മാസം ഒരു പുതിയ അപ്പാർട്ട്മെൻറ്റിലേക്ക് താമസം മാറ്റി. ഇവിടെയൊക്കെ ഉപയോഗിക്കേണ്ടത് മൂവ് എന്ന വേർബ് ആണെങ്കിൽ ഷിഫ്റ്റ് എവിടെയാണ് ഉപയോഗിക്കേണ്ടത്? ഇറ്റ് ഈസ് യൂസ്ഡ് ടു ടോക്ക് അബൌട്ട് തിങ്സ്. വസ്തുക്കളെ പറ്റിയൊക്കെ പറയുമ്പോഴാണ് സാധാരണയായിട്ട് ഷിഫ്റ്റ് ഉപയോഗിക്കുന്നത്. അതിനർത്ഥം ടു മൂവ് സംതിങ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ഒരു വസ്തു മാറ്റിവെക്കുക എന്നർത്ഥത്തിലാണ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. ചേഞ്ച് ദ പൊസിഷൻ സ്ലൈറ്റ്ലി ആണ്. വളരെ ചെറിയതായിട്ട് ഒരു പൊസിഷൻ ചേഞ്ച് വരുത്തുക. ക്യാൻ യു ഷിഫ്റ്റ് ദ ചെയർ എ ബിറ്റ് ടു ദ ലെഫ്റ്റ്? ആ ചെയർ ഒന്ന് കുറച്ച് ഇടതുവശത്തേക്ക് നിങ്ങൾക്ക് മാറ്റാൻ കഴിയുമോ? ഹീ ഷിഫ്റ്റഡ് ദ ഹെവി ടേബിൾ ടു ദ കോർണർ. അവൻ ഭാരമുള്ള ആ ടേബിൾ കോർണറിലേക്ക് മാറ്റി. നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കൂ. ഐ ഹാവ് ഓൾറെഡി മൂവ് ടു ദ സിറ്റി. ക്യാൻ യു ഹെൽപ്പ് മീ ഷിഫ്റ്റ് മൈ ഫർണിച്ചർ? ഞാൻ അടുത്ത കാലത്ത് ഈ സിറ്റിയിലേക്ക് താമസം മാറ്റി. അവിടെ മൂവ്ഡ് എന്ന വേർബ് ഉപയോഗിച്ചു. എൻ്റെ ഫർണിച്ചർ ഒന്ന് മാറ്റാൻ നിങ്ങൾക്കെന്നെ സഹായിക്കാമോ? അവിടെ ഫർണിച്ചറാണ് മാറ്റുന്നത്, അവിടെ ഷിഫ്റ്റ് ഉപയോഗിച്ചു. മൂവ് ഉപയോഗിക്കുന്നത് ഒരു വലിയ ഡിസ്റ്റൻസിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഷിഫ്റ്റ് ഉപയോഗിക്കുന്നത് ചേഞ്ച് ദ പൊസിഷൻ സ്ലൈറ്റ്ലി എന്നർത്ഥത്തിലാണ്. വളരെ ചെറിയ ഒരു ചേഞ്ച് പൊസിഷനിൽ വരുന്നു.